ഹലോ, വെൽക്കം ടു ഹർഷബായ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അൽറായി ലുലുമാളിൻ്റെ അടുത്തുള്ള സിഗ്നലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുവൈറ്റിലേക്ക് നമ്മൾ വീട് ഷെർക്കിലാണ് കേട്ടോ, അവിടേക്ക് നമുക്കൊന്ന് ഒരുമിച്ച് പോവാം. ഈ യാത്രയിൽ നമുക്ക് കുവൈറ്റ് സിറ്റിയുടെ ചില ഭാഗങ്ങൾ കാണാം. അതുപോലെ തന്നെ സൈഡിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുവൈക്ക് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ലക്ഷറി കാറുകളൊക്കെ ഉള്ള സെയിൽസ് സർവീസുകൾ, അതുപോലെ എല്ലാ ഓട്ടോമോട്ടീവ് സർവീസുകളും, ഓട്ടോമോട്ടീവ് കമ്പനികൾ, ലോജിസ്റ്റിക്സ്, വർക്ക്ഷോപ്പുകൾ, സ്പെയർ പാർട്സ്, അങ്ങനെ ഒരുപാട് ഒരു രാജ്യത്തിൻ്റെ, ഈ കുവൈറ്റ് രാജ്യത്തിൻ്റെ തന്നെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഉള്ള ഒരു ഏരിയയാണ് ഷുവൈക്ക്. ഷുവൈക്ക് ഡിസ്ട്രിക്റ്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. കുവൈറ്റിന് ഒരു വളരെ കുവൈറ്റിൻ്റെ തന്നെ വളരെ ഒരുപാട് എക്കണോമിയിൽ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ഷുവൈക്ക്. അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഷുവൈക്ക് പോർട്ടിലേക്ക് ഒരു വഴിയുണ്ട് ജംഗ്ഷനിൽ നിന്ന്. ഇതിങ്ങനെ നേരെ കാണുന്ന ഒരു ദൂരെയുള്ള വ്യൂ ആണ്, സിറ്റിയുടെ വ്യൂ ആണ് കേട്ടോ. അവിടെ നമ്മളെല്ലാ സിറ്റിയിലും പോലെ കുറച്ച് സ്കൈ സ്ക്രൈപ്പേഴ്സ് എല്ലാം നമുക്കവിടെ കാണാം. അതിൽ ഏറ്റവും ഉയരം കൂടിയതാണ് ഹംറ ടവർ. ഏകദേശം 412 മീറ്ററാണ്. ഇപ്പോൾ കുവൈറ്റിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ കേർവ്ഡ് സ്ട്രക്ചറാണ് കേട്ടോ. അത്ര ഉയരത്തിലുള്ള, അതിൻ്റെ പ്രത്യേകത അതൊരു ട്വിസ്റ്റഡ് ആണ്. അത് ഒറ്റയടിക്ക് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുവൈറ്റ് ഏരിയകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് ഏരിയയിലേക്ക് നമുക്കങ്ങനെ കയറാനൊന്നും പറ്റില്ല കേട്ടോ. അവിടേക്ക് വെറുതെ അങ്ങനെ നമുക്ക് പോവാനോ കാണാനോ ഒന്നും പറ്റില്ല. ഓർക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ മോസ്ക്, പള്ളികൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അതേപോലെ അവർക്ക് ഷോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രീമിയം ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, അവരുടെ ജാമിയ, കഫറ്റീരിയകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇപ്പോൾ ലേഔട്ട്, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പായിരിക്കും ഓരോ കുവൈറ്റി ഏരിയ. ഇതാണ് KPTCയുടെ ബസ് സ്റ്റോപ്പ്. ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി ബസ് സ്റ്റോപ്പുകളാണ്. സിറ്റി ബസ്സിന് വേറെ, KPTCക്ക് വേറെ ആയിട്ട് 2 ബസ് സ്റ്റോപ്പുകൾ ഇങ്ങനെ ഇടയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സിറ്റിയിലേക്ക് എത്താനായിട്ടോ. ഇനി ഈ റൂട്ട് നേരെ പോകുന്നത് മാലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ഈ ഫ്രൈഡേയ്സിലൊക്കെ നമ്മൾ കുവൈറ്റികളല്ലാത്തവരുണ്ടല്ലോ, ഇവിടെ ജോലിക്ക് വരുന്ന, നമ്മളെ ഏറ്റവും ചെറിയ ജോലിക്കൊക്കെ വരുന്ന ആളുകൾ, ഇപ്പോൾ ബംഗ്ലാദേശികളാവട്ടെ, ഫിലിപ്പീനികളാവട്ടെ, അങ്ങനെ നമ്മളെ മലയാളികൾ കുറവായിട്ടാണ് കാണുക. എന്നാലും അവരുടെ ഒരു കേന്ദ്രമാണ്. ഫിലിപ്പീനികളുടെ പ്രത്യേകം അവർക്കായിട്ടുള്ള മാളും സൂപ്പർ മാർക്കറ്റുകളും അവരുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ ഈ മാലിയിലാണ് ഉള്ളത്. മാലിയ എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ? മാൽ എന്നുള്ളൊരു വേർഡിൽ നിന്നാവണം ആ മാലിയ എന്നുണ്ടായത്. പഴയ കുവൈറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ സെൻറ്റർ ആയിരുന്നു പോലും ഈ മാലിയ. പഴയ കുവൈറ്റ് തന്നെ, കുവൈറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ഷെർക്ക് ഏരിയ ഒക്കെ. അതായത് സീസൈഡ് ഏരിയയിലായിരുന്നല്ലോ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, സിറ്റി ബസ്സിൻ്റെ ഒരു ബസ് സ്റ്റോപ്പാണത്. അപ്പോൾ നമ്മൾ മാലിയെന്ന് വിട്ട് ബസ് പോയോണ്ടിരിക്കുകയാണ് സിറ്റീൻ്റെ. എനിക്ക് സിറ്റീൻ്റെ ബസ് റൂട്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ ഏരിയകളുണ്ട്. സീൻ്റെ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ് റോഡാണ് നമ്മുടെ ഇടത് സൈഡിൽ, കടലിനോട് പാരലായിട്ട് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ബേ ഓഫ് കുവൈറ്റിൻ്റെ സൈഡിലൂടെ പോണ വലിയൊരു റോഡാണ് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ് റോഡ്. ഈ കാണുന്ന ബിൽഡിങ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ടൗണിലെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ പാർക്കിങ്ങിന് മാത്രമായിട്ടുള്ള ബിൽഡിങ്ങാണ് ആ കാണുന്നത്. ഇതിങ്ങനെ നേരെ പോയാൽ ഒരു എൻഡാണ്, കുവൈറ്റ് ടവറിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ ബസ് ടേൺ ആവുക. ആ കുവൈറ്റ് ഏകദേശം എൻഡ് ആവുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പും. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത്, ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബസ് നേരെ പോവില്ല, പകരം റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ, ഇടയിൽ എന്തോ അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ബസ് പിന്നെ വേറെ റൂട്ടിലൂടെയാണ് ആ സമയത്ത് പോയോണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള സ്ഥലം കൂടെ കാണാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോവുക ചെയ്യുക. നേരെ കുവൈറ്റ് ടവറിൻ്റെ അവിടെ ഒരു പാലസ് ഉണ്ട്. ആ പാലസിൻ്റെ അവിടെ വലിയൊരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെയാണ് ബസ് ടേൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് ഹോൾട്ട് ചെയ്യണ, അല്ലെങ്കിൽ അവിടെയാണ് ബസ് സ്റ്റാൻഡായിട്ട് ഉള്ളത്. കുവൈറ്റ് സിറ്റിയിലെ ഒരു ബസ് സ്റ്റാൻഡാണത്. അവിടെ എൻഡ് ചെയ്യും ബസ് റൂട്ട്.
അപ്പോൾ ഏകദേശം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീട്. പക്ഷേ ഇത് ഇപ്പോൾ ബസ് തിരിഞ്ഞ് പോണ കാരണം നമ്മൾ പിന്നെയും കുറച്ചുകൂടെ ചുറ്റിയിട്ടാണ് പോകുന്നത്. കുവൈറ്റിനെ കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, കുവൈറ്റ് റൂളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു റൂളിങ് അൽസബ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് റൂളിങ്. ബനു ഉത്തബ് ഗോത്രത്തിൽപ്പെട്ട. അപ്പോൾ ബനു ഹാഷിം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, നബിൻ്റെ ഒരു ഗോത്രം. അതേപോലെ ബനു ഉത്തബ് എന്ന് പറയുന്ന ഗോത്രമാണത്രേ ഇവിടെ കുവൈറ്റിൽ പ്രമുഖരായിട്ടുള്ളത്. അവരുടെ ഒരു ഫാമിലിയാണ് അൽസബ. അപ്പോൾ അവരാണ് റൂൾ ചെയ്യണതെന്ന് അറിയാലോ. ആദ്യത്തെ റൂളർ ഷെയ്ഖ് അൽസബ ഒന്നാമൻ എന്നുള്ള പേരിലായിരുന്നു. അന്ന് പക്ഷേ അത് അമീർ അല്ലായിരുന്നു. അന്ന് അവരെല്ലാവരും കൂടി, ആ ഫാമിലി എല്ലാവരും കൂടി അവർക്ക് സമ്മതിതനായിട്ടുള്ള ഒരു ലീഡറെ, ഹക്കീമിനെ തിരഞ്ഞെടുത്തതായിരുന്നു പോലും. അത് കഴിഞ്ഞിട്ട് അവർ ഒഫീഷ്യലി ഷെയ്ഖ്ഡോം ഡൈനാസ്റ്റി ഒഫീഷ്യലി തുടങ്ങിയത് അതിൻ്റെ അടുത്ത റൂളറാണ്. അവരുടെയൊക്കെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. എല്ലാ പേരുകളിലും മറ്റേ അൽജാബർ അല്ലെങ്കിൽ അബ്ദുള്ള, മുബാറക്ക്, ഇങ്ങനെ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ഏതെങ്കിലും ഒരു യുണീക്ക് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും പൂർവികരുടെ പേരുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതുകൊണ്ട് ഓർമ്മിച്ചിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എൻ്റെ കാര്യമാണ് പറയണത്. അങ്ങനെ അതായിരുന്നു അങ്ങനെ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ അമീറിൻ്റെ പേര് മിഷാൽ എന്നുള്ള പേരാണ്. ബാക്കി ഇതുപോലെ ജാബർ എന്നും അൽസബ എന്നും ഒക്കെ പേരുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ മുബാറക്കിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഒരു ട്രഡീഷണൽ കുവൈറ്റിലെ ഒരു പഴയകാല മാർക്കറ്റാണ്, അറബിക് മാർക്കറ്റാണ് മുബാറക്കിയ. അതിൻ്റെ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുബാറക്കി കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഉള്ളിലേക്ക് പോയാലൊരു എല്ലാവർക്കും ഇങ്ങനെ നമ്മളെ നാട്ടിലെ ഒരു മാർക്കറ്റും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഞാൻ ദുബായിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ മുബാറക്കിയ മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് സൂക്ക് ഉണ്ട്. അത് പിന്നെ ദുബായിലുള്ള ഗോൾഡ് സൂക്കിനോട് സാമ്യമുണ്ട്. ഈ ചെറിയ കടകളിലൊക്കെ സ്വർണം വെച്ചിരിക്കുന്നത് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ മിഠായി പീടികകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ പീടികയിൽ നിറയെ സ്വർണ്ണം, ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് സ്വർണ്ണക്കടകൾ ഞാൻ മുബാറക്കിയിൽ കണ്ടിട്ടുണ്ട്. അതിന് വേറെ ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഫിഷിനും ഈന്തപ്പഴം അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് അത്. അബായകളുടെ കളക്ഷൻ, അങ്ങനെ നല്ല രസമുള്ളൊരു മാർക്കറ്റാണ് മുബാറക്കിയ. ഇതിൽ പക്ഷേ മുബാറക്കിയൻ്റെ ഭാഗങ്ങളൊന്നും എനിക്ക് കൂടുതൽ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ബസ് ആ സമയങ്ങളിൽ അതിൻ്റെ ഫ്രണ്ടിലൂടെ അല്ലായിരുന്നു പോയോണ്ടിരുന്നത്, അവിടുന്ന് തിരിഞ്ഞിട്ടായിരുന്നു പോയോണ്ടിരുന്നത്. മുബാറക്കിയൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ടവറും കൂടെ ഉണ്ട്, പ്രധാനപ്പെട്ട ലിബറേഷൻ ടവർ എന്ന് പറയും. കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലിബറേഷൻ ടവറിന് ആ പേരിട്ടിരിക്കുന്നത്. അതിൽ ഇവരുടെ റേഡിയോ അങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് അതിലുള്ളത്. അതായത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യണത്. അത് വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും പബ്ലിക്കിന് അവർ വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കും. അല്ലെങ്കിൽ അതും തന്നെ പബ്ലിക്കിന് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ അതും ഭയങ്കര കുവൈറ്റിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ടവറാണ് ലിബറേഷൻ ടവർ. അവിടെ നിന്നെല്ലാം തിരിഞ്ഞ് നമ്മൾ ഷർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബസ് ഇറങ്ങാറായിട്ടോ, നമ്മുടെ സ്റ്റോപ്പായി. നമ്മൾ ബസ്സിൽ നിന്ന് ഡബിൾ ഡെക്കർ ബസ്സിലാണെന്ന് പറഞ്ഞല്ലോ, താഴേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഒരു വലിയ റോഡ്, ഒരു റിംഗ് റോഡ് ഉണ്ട്. അതിനൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, നടക്കാൻ വേണ്ടിയുള്ള പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കയറുന്നത്. ഏകദേശം 52 സ്റ്റെപ്സ് കയറാനും അതുപോലെ 51 സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഇത്രയും വലിയൊരു സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാറ്. ഞങ്ങൾ തുടക്കത്തിലായതുകൊണ്ട് വണ്ടിയൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു റൂളുണ്ട്, നമ്മളിവിടെ വിസ കിട്ടിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ളൂ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പാട്. അപ്പോൾ തുടക്കത്തിലാണല്ലോ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത്.
അപ്പോൾ ബസ്സിൽ കയറാനും തന്നെ എനിക്ക് ഭയങ്കര താല്പര്യം. ഇവിടുത്തെ ബസ് അത്ര ക്രൗഡഡ് അല്ല, പിന്നെ നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പോകാനൊക്കെ. നല്ല ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടും പോവാറുണ്ട്. ബസ്സിലാണ് ഞങ്ങൾക്ക് എളുപ്പം. ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പൊതുവേ അങ്ങനെ ബസ്സിനാണ് യാത്ര ചെയ്യാറ് കുവൈറ്റിൽ കൂടുതലും. ഈ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് നോക്കിയാൽ നമ്മളെ വീട് കാണാം. ബ്രിഡ്ജിൻ്റെ കാണുന്ന ടോളസ്റ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബിൽഡിങ്ങാണ് ശരിക്കും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കൂടുതലൊന്നും ഞാൻ പറയണില്ല. കുറേ കാര്യങ്ങളുണ്ട് കുവൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഒരു ചെറിയ വീഡിയോ ഒന്നും മതിയാവില്ല. അപ്പോൾ എന്തെങ്കിലും അവസരങ്ങൾ ഇനി വേറൊരു അവസരത്തിൽ കുറേ കാര്യങ്ങളായിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് കാണുന്നതാണ് അമീരി ഹോസ്പിറ്റലാണ് ആ കാണുന്നത്.